ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി പലഹാരമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദ 3 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്, ബേക്കിംഗ് സോഡ 1 നുള്ള്, റോസ്റ്റഡ് വെളുത്ത എള്ള് ആവശ്യത്തിന്, ബനാന 3 എണ്ണം, 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, ഡേറ്റ് സിറപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഓരോ പഴമായിട്ട് വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പൊ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉടച്ചെടുക്കേണ്ടത്. ചെറിയ തരി കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, മൈദമാവ് ചേർത്ത് കൊടുക്കാം, ഉപ്പ്, ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. ഇതുപോലെയാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ബനാന ബോൾസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി എണ്ണ നന്നായി ചൂടാക്കി എടുക്കണം. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇടയ്ക്ക് തിരിച്ചു മറിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ കരിഞ്ഞു പോകും. ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പൊ നമ്മുടെ ബനാന ബോൾസ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോപ്പിങ്ങിൽ ഡേറ്റ് സിറപ്പും വൈറ്റ് എള്ളും കൊണ്ട് ഞാനിവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഡേറ്റ് സിറപ്പിന് പകരം നമുക്ക് ഹണി ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്.